ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുൻ CPIM MLA ആയിഷ പോറ്റി കോൺഗ്രസിൽ രാപ്പകൽ സമരവേദിയിലെത്തി മാലയിട്ട് സ്വീകരിച്ചു. കെ സജീഷിന്റെ വിവരങ്ങൾ നൽകാൻ സജീഷ് വിശദാംശങ്ങൾ. കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലിൽ എത്തി നിൽക്കെ CPM-ന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് CPM-ന്റെ കൊല്ലത്തുണ്ടായിരുന്ന പ്രബല നേതാവായിരുന്ന ആയിഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺഗ്രസിന്റെ സമരവേദിയിലേക്കാണ് ആയിഷ പോറ്റി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി CPM-മായി അകന്ന് നിന്നിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ആ വാർത്ത ആയിഷ പോറ്റി നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷേ ആ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിലേക്ക് പോവില്ല എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആയിഷ പോറ്റി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ വിരാമമായിരിക്കുന്നു. ആയിഷ പോറ്റി, മുതിർന്ന CPM നേതാവായിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിന്റെ സമരവേദിയിലേക്കാണ് ആയിഷ പോറ്റി എത്തിയിരിക്കുന്നത്. സമരവേദിയിൽ KC വേണുഗോപാൽ, VD സതീശൻ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെയുണ്ട്. ഈ നേതാക്കൾ ആനയിച്ചുകൊണ്ടാണ് ആയിഷ പോറ്റിയെ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വളരെ ട്വിസ്റ്റോട് ചേർന്നുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ആയിഷ പോറ്റി, നമുക്കറിയാം, കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസ് ബിയുടെ കരുത്തുറ്റ തട്ടകമായ കൊട്ടാരക്കരയിൽ CPM-ന്റെ ചെങ്കൊടി പാറിച്ച നേതാവാണ്. കഴിഞ്ഞ 3 തവണയായിട്ട് തുടർച്ചയായിട്ട് വൻ ഭൂരിപക്ഷത്തിലാണ് ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ ജയിച്ചു വന്നത്. എന്നാൽ കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചത്, ഒപ്പം തന്നെ പാർട്ടിയിൽ പ്രമുഖ സ്ഥാനങ്ങൾ നൽകാത്തത്, വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാത്തതിലെല്ലാം തന്നെ ആയിഷ പോറ്റിക്ക് നീരസമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM-ന്റെ വേദികളിൽ നിന്ന്, CPM-ന്റെ പരിപാടികളിൽ നിന്ന് ആയിഷ പോറ്റി മാറി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് കോൺഗ്രസ് നേതൃത്വവുമായി നിരന്തര ചർച്ചകൾ ആയിഷ പോറ്റി നടത്തിയത്. പക്ഷേ അപ്പോഴൊക്കെ കോൺഗ്രസിലേക്ക് ആയിഷ പോറ്റി പോകുന്നു എന്ന വാർത്തകൾ CPM തന്നെ നിഷേധിച്ചിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ആയിഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിന്റെ സമരവേദിയിൽ എത്തിയിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിലെ പ്രമുഖ നേതാവാണ്. UDF-ന്റെ കൊത്തളങ്ങളിൽ ഇടിച്ചു നിരത്താൻ, തെരഞ്ഞെടുപ്പുകളിൽ ഇടിച്ചു നിരത്താൻ CPM-നെ സഹായിച്ച ഒരു പ്രമുഖ മുഖമാണ് ആയിഷ പോറ്റി. ആ അർത്ഥത്തിൽ നമുക്കറിയാം, കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 3 തവണ വിജയിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വാധീന ശക്തിയായി പാർട്ടി വളർത്തുന്നതിൽ നേതൃപരമായ ഒരു പങ്കുവഹിച്ച ആൾ കൂടിയാണ് ആയിഷ പോറ്റി. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർട്ടി നേതൃത്വവുമായി അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികളിലേക്ക് ആയിഷ പോറ്റി പോകുമെന്ന ധാരണ CPM-ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നിരന്തര ചർച്ചകൾ ആയിഷ പോറ്റി കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയിരുന്നു. കോൺഗ്രസിലേക്ക് അടുക്കുന്നുവെന്ന പ്രചാരണം ഉണ്ട് എന്ന കാര്യത്തിൽ അവർ കഴിഞ്ഞ തവണ ഈ വലിയ ഐതിഹാസികമായ ഈ സമരപന്തലിൽ മറ്റൊരു വിസ്മയം കൂടി ഉണ്ടായി. ദീർഘകാലം CPM-ന്റെ മുതിർന്ന CPM നേതാവുമായ ശ്രീമതി ആയിഷ പോറ്റി, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ആയിഷ പോറ്റി. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ആയിഷ പോറ്റി. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ആയിഷ പോറ്റിക്ക് നൽകിയാണ്. അതിന് പ്രിയങ്കരനായ KPCC-യുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറ് ഒപ്പുവെച്ച മെമ്പർഷിപ്പാണ് ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീമതി ആയിഷ പോറ്റിക്ക് നൽകുന്നത്. പറഞ്ഞതുപോലെ ആയിഷ പോറ്റി ആയിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ ചെല്ലാൻ എനിക്കും സാധിച്ചു. വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾ ശക്തമായിട്ട് സഭയ്ക്കകത്തും പുറത്തും സംസാരിക്കുന്ന, വളരെ സൗമ്യമായി എല്ലാവരോടും പെരുമാറുന്ന നല്ല അഭിഭാഷക കൂടിയാണ് ആയിഷ പോറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ കൂടി
കോൺഗ്രസിന്റെ മഹാപ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. രാവിലെ ഞാനൊരു സൂചന നൽകി. കോവളത്ത് നമ്മള് ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബൈ ഇലക്ഷനിൽ 1% കൂടി ആ വ്യക്തിയുടെ നന്മയുടെ തെളിവായി പ്രവർത്തകരുടെ നിറഞ്ഞ സാന്നിധ്യം മാധ്യമങ്ങളുടെ ശക്തമായിട്ടുള്ള ആ പിന്തുണ എല്ലാവരുടെയും ചങ്ങാതി മാത്രം വേറെ ആരുമല്ല. മുൻകൈയിൽ ആയിഷ പൊറ്റിയെ ഇന്ത്യൻ അംഗമായി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. തദ്ദേശഭരണ തിരഞ്ഞെടുപ്പുകളിലൂടെ ഞങ്ങൾ പറഞ്ഞു കേരളം മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ മാറ്റം പ്രതിഫലിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടാകും. കൊട്ടാരക്കരയുടെ ജനങ്ങളുടെ മനസ്സ് കവർന്നെടുത്ത സത്യത്തിൽ കൊട്ടാരക്കര UDFന്റെ ഒരു സീറ്റായിരുന്നു. ആ UDF സീറ്റ് CPM പിടിച്ചെടുത്തത് നമ്മുടെയൊക്കെ പ്രിയങ്കരായ സഹോദരി ആയിഷ പൂറ്റിയിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ ഭരണത്തിനോടുള്ള ജനങ്ങളുടെ എതിർപ്പിൽ നിങ്ങൾ BJPയുമായി നടത്തുന്ന സന്ധി ജയിലിൽ ആത്മാഭിമാനമുള്ള പാർട്ടിക്കാർക്കാർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആത്മാഭിമാനമുള്ള ഒരു പാർട്ടി സഹോദരി ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ തീരുമാനം കോൺഗ്രസ് 2 കൈയിൽ നീട്ടി ഒറ്റക്കെട്ടായി സ്വീകരിക്കുന്നു. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനത്തെ കോൺഗ്രസ് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ പാർട്ടിയുടെ ഒരു അഭിമാനമായിട്ടുള്ള പ്രവർത്തകയായി നേതാവായി തുടരുന്നതിന് പാർട്ടിയുടെ എല്ലാവിധമായ പിന്തുണയും സംരക്ഷണവും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ, ഇവിടെ പുതിയവർ മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.